തിയേറ്റർ ആകെ സെലിബ്രേറ്റ് ചെയ്യാനിരിക്കുന്ന ഒരു അജിത് ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം. ചിത്രം വരുന്ന ഏപ്രിൽ 10 തിയേറ്ററിലേക്ക് വേൾഡ് വൈഡ് റിലീസിനെത്തുന്നത്. ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ മലയാളത്തിലുള്ള ഷൈം ടോൺ ചാക്കോയൊക്കെ ഒരു പ്രധാന വിഷയമായി എത്തുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകളൊക്കെ ഉടനെ തന്നെ തുടങ്ങുമെന്നാണ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്ത് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ലാലേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും വലിയൊരു ഫാമിലി എന്റർടൈനർ ചിത്രമാണ് തുടരും എന്ന ചിത്രം. ചിത്രം വരുന്ന മെയ് 1 തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ ഏറ്റവും പുതിയൊരു ഗാനം ഈ വരുന്ന മാർച്ച് 27 പുറത്തിറക്കുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിന് ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. കത്തി തുപ്പാക്കി പോലുള്ള ചിത്രങ്ങളുടെ സംവിധാനമായിട്ടുള്ള AR മുരുകോസ് ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് സൽമാൻ ഖാന് വേണ്ടി ഒരു ചിത്രമാണ്. ചിത്രത്തിന്റെ പേരായി വരുന്നത് സിക്കന്ദർ എന്നാണ്. ചിത്രം വരുന്ന മാർച്ച് 30 തിയേറ്റർ ആകെ റിലീസിനെത്തിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് റെട്രോ എന്ന ചിത്രം. കാർത്തിക് സുബ്രാജാണ് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയൊരു ഗാനം നാളെ റിലീസിനെത്തിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. വിക്രം നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വീര ധീര സൂര എന്ന ചിത്രം. ചിത്രം വരുന്ന മാർച്ച് 27 തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് 8 മണിയോടെ ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം റിലീസിനെത്തിച്ചിരിക്കുകയാണ്. സൂര്യ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള വെങ്കിയാണ്. ഈ ഒരു ചിത്രത്തിൽ നായികയായി മമിത വരുമെന്ന് ഇന്നലെ ഇട്ടൊരു അപ്ഡേറ്റ് വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ലാലേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എമ്പുരാൻ ചിത്രം. ഈ ഒരു ചിത്രത്തിന് ഏറ്റവും പുതിയ പ്രൊമോഷൻ വർക്കുകളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. മുംബൈയിലാണ് ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ പ്രൊമോഷൻ നടന്നു പോകുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ പല സെന്റേഴ്സിലുള്ള ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ചെയ്ത് വലിയ രീതിയിൽ തന്നെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് പ്രീസെയിൽ ഏകദേശം 10 കോടി രൂപയ്ക്ക് മുകളിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ ചിത്രത്തിന്റെ ടീം ഒരു കിടിലൻ ട്രെയിലർ ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജും ലാലേട്ടനൊപ്പം തന്നെ പൃഥ്വിരാജും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിയിലായിരിക്കും ഈ ഒരു ചിത്രത്തിൽ വരിക എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ചിത്രം തിയേറ്റർ ആകെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഏകദേശം 40 കോടി രൂപയ്ക്ക് വേണ്ടി ഗ്രോസ് കളക്ഷൻ നേടുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ എല്ലായിടത്തുള്ള ഒരു ബുക്കിംഗ് ഒക്കെ വെച്ചാണ് അല്ലെങ്കിൽ ഒരു റിലീസ് ഒക്കെ വെച്ചാണ് ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. ഇതേ കളക്ഷൻ ചിത്രത്തിന് റിലീസിനെത്തുന്ന ദിവസം തന്നെ കിട്ടുമെന്നല്ല, ചിലപ്പോൾ കിട്ടാനും സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്ക് വലിയ ഹൈപ്പിലാണ് ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. അതേ രീതിയിലുള്ള റെസ്പോൺസും ചിത്രത്തിനെ നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. എമ്പുരാൻ ചിത്രം പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ വലിയൊരു ഹിറ്റ് ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എമ്പുരാൻ ചിത്രത്തിന് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.